ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ മരുന്ന് കഴിച്ചാണ് ഒരു ദിവസം തുടങ്ങുന്നത്. ഇന്നലെ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മാസമായിട്ട് കൈക്ക് നല്ല വേദനയുണ്ട്. വലത് കൈക്ക് കൈപ്പത്തിൻ്റെ അടുക്കുന്ന ഷോൾഡർ വരെ പെയിന്. അപ്പോൾ ആദ്യമെല്ലാം കൈക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കൈപ്പത്തിൻ്റെ അടുക്ക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഷോൾഡറിലേക്കും വേദന വരുന്നുണ്ട്. അപ്പോൾ ബ്ലോക്കാണെന്ന് ആദ്യം പറഞ്ഞ്, പിന്നെ എണ്ണയും കോയമ്പും ഇട്ട് തടയിട്ട് കുറച്ചൊന്നും സുഖമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പിന്നെ നല്ലോണം വേദനയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോയിട്ട് അത് ഞരവിൻ്റെ കഴുത്തിൻ്റെ അടുക്കുള്ള ഞരവിൻ്റെ വേദന ഒരു പ്രശ്നമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മരുന്ന് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അടുക്കളയിൽ അങ്ങനെ കയറുന്നില്ല. അപ്പോൾ ഏട്ടൻ അന്ന് അടുക്കളയിലുള്ള കാര്യങ്ങളും മറ്റുമെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ഹെയർ പാക്ക് ആക്കി ഇട്ടിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് തൈരും കഞ്ഞിവെള്ളം പിന്നെ ഉലുവ കുതിർത്ത് വെച്ചിട്ടുണ്ടേനും അതും കൂടി കൂട്ടി അരച്ചിട്ട് ഒരു ഹെയർ പാക്ക് ആക്കുന്നുണ്ട്. അധികം ലൂസും അല്ല അധികം കട്ടിയല്ല എന്നുള്ള ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. കഞ്ഞിവെള്ളം തൈരും തന്നെ കൂട്ടിയിട്ടാണ് മിക്സിയിലിട്ട് അരച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ലൂസായിട്ടാകുമ്പോൾ അങ്ങ് താഴെ അങ്ങ് വീണ് പോകാനും പാടില്ല, കട്ടിയായിട്ടാകുമ്പോൾ പാടെ ഇങ്ങനെ അടുത്തന്നെ നിൽക്കാനും പാടില്ല. ആ ഒരു പരുവത്തിൽ ഇങ്ങനെ എടുക്കുക. പിന്നെ എന്നിട്ട് തല കുളിക്കുക. നല്ലോണം തല അതിൻ്റെ പശ മൊത്തമായ ഒരു ഉലുവേൻ്റെ എല്ലാം പശയുണ്ടാകും, അത് മൊത്തം കഴുകി കളയുക. കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ ഏട്ടൻ പുറത്ത് വിട്ടിരുമ്പോൾ 3 കോൺ ഐസ്ക്രീം ആക്കിയിട്ടുണ്ടാകും. അപ്പം നമ്മളതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ 2 പേരും കൂടിയിട്ട് എക്സസൈസ് ചെയ്യുന്നതെന്ന് 2 പേര് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഓനും ഉണ്ടാവും. ചിലപ്പോൾ ഓൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. പിന്നെ വൈകുന്നേരമായ സമയത്ത് ഞാൻ പിന്നെ ഇതുണ്ടാക്കിയിട്ടുണ്ടേനും, മാങ്ങേനെ കൊണ്ട് അലുവ ഉണ്ടാക്കിയിട്ടുണ്ടേനും. ഈ മാങ്ങേനെ കൊണ്ടുള്ള അലുവ ഉണ്ടാക്കി ഞാൻ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ്. ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് കണ്ടിട്ടാകുമ്പോൾ ഒന്നും മനസ്സിലാവില്ലെങ്കിലും, മലയാളത്തിലാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാവില്ലെങ്കിലും പിന്നെ വെറുതെ ഇങ്ങനെ വെക്കലുണ്ടെന്നല്ല അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഞാൻ മുന്നേയും ഇതുപോലെ മാംഗോ പുഡിങ് ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടേനും. അപ്പോൾ ഇത് 2ാമത്തെ തവണ അത് കൊടുത്തത് വേറെ ആൾക്കാർക്കേനും, അപ്പോൾ ഇത് കൊടുക്കുന്നത് വേറെ ആൾക്കാർക്കാണ്. ഇപ്പോൾ എനിക്ക് 560 സബ്സ്ക്രൈബേഴ്സുള്ളത്. അപ്പോൾ ഈ 560 വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടേനും. പക്ഷേ ഒരു പരിധി വരെ ഞാനിങ്ങനെ കുറച്ച് മാത്രം 1-2 വീഡിയോസ് ഇട്ടിട്ട് അതിൻ്റെ വാച്ച് അവറും അതിൻ്റെ സബ്സ്ക്രൈബേഴ്സും അതിങ്ങനെ നോക്കി മാത്രം ഇരിക്കില്ല എൻ്റെ പണി. അപ്പോൾ അങ്ങനെ ഒരു കൊല്ലം ഞാൻ വെറുതെ കളഞ്ഞിട്ടുണ്ടേനും. അപ്പോൾ ഇപ്പോൾ അന്ന് ഞാൻ വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടിട്ടാണ് എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഞാൻ ചെയ്യിക്കാണ്ട് തന്നെ എനിക്ക് അങ്ങനെ കിട്ടാൻ തുടങ്ങിയതും, അതുപോലെ കുറച്ചൊരു വാച്ച് അവറെല്ലാം കൂടാൻ തുടങ്ങിയതും ഞാൻ അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇട്ടത് കൊണ്ടാണ്. ഒരു കൊല്ലം മുന്നേ എനിക്ക് ഒറ്റ വീഡിയോയിൽ തന്നെ ഏകദേശം ഒരു 500 വാച്ച് അവർ കിട്ടിയിട്ടുണ്ടെങ്കിലും, പക്ഷെ അത് ഞാൻ ചെയ്ത തെറ്റ് കാരണം എനിക്ക് 1000-ന് അടുപ്പിച്ചിട്ടുള്ള വാച്ച് അവർ ഞാൻ തന്നെ കളയുക ഇതിനായി. ഒരു കൊല്ലം ഒരു 3-4 വീഡിയോ കൊണ്ട് തന്നെ എനിക്ക് 1000 വാച്ച് അവർ തന്നെ ആകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ അന്നേരം എനിക്കിതിനെ പറ്റിയിട്ട് മര്യാദയ്ക്ക് അറിയാത്തത് കൊണ്ട് അതങ്ങനെ പോവുക ചെയ്തിട്ടുള്ളത്. പിന്നെ അപ്പോൾ ഞാൻ ഇനിയും വീഡിയോ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വാച്ച് അവർ കൂടെ എല്ലാം മോണിറ്റൈസ് ചെയ്യിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ അമ്മ അങ്ങനെ കൊണ്ടുള്ള അലുവയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നെല്ലാം കഴിച്ചിട്ട് നോക്കിയിട്ട് പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേനും കൊടുത്ത് വിട്ടിട്ടുള്ളത്. ഇതെല്ലാം ഞാൻ യൂട്യൂബിൽ തന്നെ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് പഠിച്ചു. അത്രപ്പാട് ഐറ്റംസ് ഒന്നും വേണ്ട, 2-3 ഐറ്റംസ് മാത്രമേ മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൽ ഗുജറാത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറ്റിയിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.